ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് സബ്വേ വഴി സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ പോകണം. ചുറ്റുവട്ടമൊന്നും അത്ര ഡെവലപ്ഡ് അല്ല ബാന്ദ്രയുടെ, ഒരു ചേരി പോലെയാണ് ഈ ഏരിയ മുഴുവൻ. ഹലോ എവരിവൺ, ദിസ് ഈസ് മീ രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ബാന്ദ്ര ടെർമിനസിലാണ്. അപ്പോൾ നമ്മൾ ബാന്ദ്രയിൽ നിന്ന് അഹമ്മദാബാദ് വരെ പോകുന്ന ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ബാന്ദ്ര ടെർമിനസിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ. അവിടെ റോളർ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം അത്? ട്രെയിനും റോളറും ഒന്നിച്ചതാണ്. നമുക്കിനി ടൈമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം 7:40 ട്രെയിൻ. ഇവിടെ കുറേ നടന്ന് വിഷമിച്ചു കേട്ടോ. നമ്മുടെ ട്രെയിൻ ലോക്ശക്തി എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. 7:40 പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ നിന്ന് പുറപ്പെടും. 22927. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് സബ്വേ വഴി സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ പോകണം. നമ്മുടെ ട്രെയിൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് അഹമ്മദാബാദും. ഇതാണ് നമ്മുടെ ട്രെയിൻ, ലോക്ശക്തി എക്സ്പ്രസ്. അതുപോലെ തന്നെ അത് യോഗ എക്സ്പ്രസ് ആയിട്ട് ഓടുന്നുണ്ട്. ഹരിദ്വാർ, യോഗ ഹരിദ്വാർ, അങ്ങനെ യോഗ ഋഷികേശ്, അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടും പോകുന്നുണ്ട് ഇത്. അതെനിക്ക് അഹമ്മദാബാദിൽ നിന്ന് അടുത്ത ജേണി ആയിട്ട് അത് പോകുന്നതായിരിക്കാം. 2 റൂട്ടിൽ ഓടുന്നുണ്ട് ഈ സെയിം ട്രെയിൻ. ബാന്ദ്ര സെൻട്രലിൽ നിന്ന്, ബാന്ദ്ര ടെർമിനസിൽ നിന്ന് 22927 അഹമ്മദാബാദിൽ പോകും. അഹമ്മദാബാദിൽ നിന്ന് 19031 യോഗ നഗരി ഋഷികേശിലേക്ക് പോകും. നമ്മുടെ ട്രെയിൻ എടുത്തു. 7:40 ടൈം. നമ്മളവിടെ അഹമ്മദാബാദിൽ 4 മണിക്ക് എത്തും. പുലർച്ചെ 4:10. എത്രയും ലേറ്റായി അത്രയും നല്ലത്. കാരണം നമ്മുടെ റൂം ചെക്ക് ഇൻ ടൈം 12 മണിയല്ലേ. ബാന്ദ്ര ടെർമിനസിന് വിടാം. പിന്നെ ഒരിക്കൽ കാണാം കേട്ടോ. ചുറ്റുവട്ടമൊന്നും അത്ര ഡെവലപ്ഡ് അല്ല ബാന്ദ്രയുടെ, ഒരു ചേരി പോലെയാണ് ഈ ഏരിയ മുഴുവൻ. അവിടെ വലിയ ഫാനുണ്ട്, നമ്മൾ ചെന്നൈയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ. നല്ല കാറ്റാണ് അതിന് അടിയിൽ. അന്തേരി സ്റ്റേഷനെത്തി. നല്ല തിരക്കാണല്ലോ ഇവിടെ. ഏതിൽ കയറാനാണോ ഈ ആൾക്കാരൊക്കെ? ഇതൊക്കെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെയാണോ? ആൾക്കാരതൊക്കെ എന്ത് ഉദ്ദേശിച്ചാണ് ഇതിൽ കയറിയേക്കണമെന്ന് മനസ്സിലാവുന്നല്ലോ. ഇതൊക്കെ ജനറലിൻ്റെ ടിക്കറ്റ് വരാണ്. കൃത്യം 8 മണിക്ക് അന്തേരിയിൽ നിന്ന് ട്രെയിൻ എടുത്തു. എൻ്റെ ഈ കോച്ചിൽ ഒത്തിരി പേര് കയറിയിട്ടുണ്ട്. ഒക്കെ ജനറലാണ്, ഉറപ്പല്ലേ? റിസർവേഷൻ കോച്ചിൽ ഇതൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ? എട്ടേ ബോറിവലി സ്റ്റേഷനിലെത്തി. ഇവിടെയും നല്ല ആൾക്കൂട്ടമുണ്ട്. അവിടെ ഓരോന്നിൻ്റെയും വില എഴുതിയിട്ടുണ്ട്. ചായ 5 രൂപയ്ക്കോ? അതേത് ചായ? റെയിൽ ആഹാർ. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ. ദഹിസാർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. എല്ലായിടത്തും നല്ല ഡെക്കറേഷൻസ് കാണുന്നു. അതൊരു ഹോട്ടലായിരുന്നല്ലോ, ബാർബക്യൂ ലൈൻസ്. ഈ റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ കാണുമ്പോഴേ ചിന്തിച്ച് നോക്കി, മുംബൈയിൽ 2 കോടിക്ക് മുകളിൽ ആൾക്കാരാണ് തിങ്ങി ഞെരുങ്ങി കഴിയുന്നത്. നല്ല സൊഫാല. ഇതൊന്നും സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനുകളാണ്. ഇത് ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റേഷനായിരിക്കും.
ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണല്ലോ. വലിയ വലിയ കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങിയത് കണ്ടിട്ട് കുറച്ചും കൂടി ഒരു പ്രീമിയം സ്ഥലമാണെന്ന് തോന്നുന്നു. വിരാർ, ഈ സ്റ്റേഷൻ്റെ പേര് വിരാർ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ, വിരാർ. ഇത് പൽഗാർ, 9:27 പൽഗാർ എന്ന് പറഞ്ഞ സൈഡിലെത്തി. ഇവിടെ സ്റ്റോപ്പുണ്ട്. കുറേ പേര് ഇവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ട്രെയിൻ മുഴുവൻ തിക്കി ഞെരിക്കുന്ന ആൾക്കാരാണ്. 9:27 पालघर पालघर ബോയ്സർ എന്നുള്ള സ്റ്റേഷനെത്തി. സമയം 9:39 എത്തിയത്. ഏകദേശം ആദ്യം കയറി ജനറലുകാരൊക്കെ ഒരുമാതിരി ഇറങ്ങി. ഇനിയിപ്പോൾ അധികം പേരൊന്നുമില്ല. ഇത്ര നേരം ശരിക്കും വീർപ്പ് കൂട്ടിയായിരുന്നിരുന്നത്. 10 രൂപയ്ക്ക് ചായ മേടിച്ചതാണ്. ഇത് അളവ് കുറവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ചായ വലിയ പ്രശ്നമില്ല. സമയം 10 മണിയായി. ദഹാൻ റോഡ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ഈ സ്റ്റേഷനുകളെ കുറിച്ചോ അല്ലെങ്കിൽ പോകുന്ന റൂട്ടിനെ കുറിച്ചോ. നോർമൽ റൂട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ സ്റ്റേഷനെത്തുമ്പോൾ ഇന്ന സ്റ്റേഷനാണെന്നും ഇന്ന സമയമാണെന്നൊക്കെ പറയുന്നത്. അംബർഗാവൺ അങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ എന്നറിയില്ല. അംബർഗാവൺ റോഡ്. കാര്യമായ വെട്ടവും വിളിച്ചു. ഇവിടെ കുറച്ച് ലൈറ്റുണ്ട്. വളരെ പഴയ, അധികം ആൾക്കാർ ഉപയോഗിക്കാത്ത ഒരു സ്റ്റേഷൻ പോലെ തോന്നുന്നു. ആ ഷോപ്പൊക്കെ ശരിക്കും റണ്ണിങ് ആണോ ഓ ഈ ടൈം ആയതുകൊണ്ട് ക്ലോസ് ചെയ്തതാണോ എന്നറിയില്ല. ഇതൊന്നും ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് കുതിക്കണേ, കുതിര ചിഹ്നം വിളിച്ച് ചാടുന്ന പോലെ. ഈ സ്റ്റേഷനിൽ നിർത്തിയിട്ടാണല്ലോ പോസ്റ്റാക്കിയ. എന്താ ഉള്ള അവിടെ ഈ സ്റ്റേഷനിൽ? അവിടെ എന്താ ഒരു ചെടി തുറച്ചിട്ടറിയോ? വാപ്പി 10:56 വാപ്പി എന്ന് കേട്ടിട്ടുണ്ട്. വാപ്പി എന്താണാവോ? ഇത് മഹാരാഷ്ട്രയാണോ അതോ ഗുജറാത്താണോ? ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കെപ്പോഴും നമ്മൾ ഗുജറാത്തിൽ കൂടെ കയറിയിട്ട് വീണ്ടും മഹാരാഷ്ട്രയ്ക്ക് പോയോ? അതാരവിടെ മൂടിപ്പോച്ച് കിടന്നിറങ്ങുന്നത്? ഹിന്ദിയിൽ വാപ്പി, അടിയിൽ ഇംഗ്ലീഷായിട്ട്, മുകളിലുള്ള ഏത് പക്ഷേ മറാത്തിയാണോ ഗുജറാത്തിയാണോ ഒരു ഐഡിയ ഇല്ല. സ്റ്റേഷൻ്റെ പേര് വൽസാഡ്. വൽസാഡ് എന്തിനാണ് വലിയ ആവശ്യമില്ലാത്ത സ്റ്റേഷനിലൊക്കെ വണ്ടി വരുന്നത്? നേരെ കൂടെ പോകാൻ പാടില്ലേ? ഉള്ള നേരത്തെ നമുക്ക് സ്റ്റാഫെത്തായിരുന്നു, അഹമ്മദാബാദെത്തായിരുന്നു. അപ്പോൾ ഏത് ട്രെയിൻ അവിടെ കിടക്കണം? മുംബൈ, അമൃത്സർ. ബല്ലേ നമ്മളും പോകുന്നുണ്ടല്ലോ അമൃത്സർ. എന്തായിരിക്കും അവിടുത്തെ തണുപ്പ്? നമ്മൾ ജയ്പൂർ ചെന്നിട്ടാണ് അമൃത്സർ പോണത്. ഗോൾഡൻ ടെമ്പിൾ മെയിലിംഗും കൂടിയുണ്ട്. അതിൻ്റെ പേരിൽ സമയം 2:30. നമ്മൾ വഡോദര എത്തി. ഈ ഒരു അരമണിക്കൂർ വേണ്ട അഹമ്മദാബാദ് എത്താൻ. ഭയങ്കര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും കാലാവസ്ഥ കുറച്ച് ചില്ലിങ് ആയിട്ടുള്ളൊരു വെതറാണ്.
നമ്മളങ്ങനെ ഗുജറാത്തിലെത്തി. മണിനഗർ, ഗാന്ധിജി ജനിച്ച നാട്, മോദിജിയുടെയും നാട് അല്ലേ ഗുജറാത്ത്. മണിനഗർ കഴിഞ്ഞു. ഇനി 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ അതിന് നേരത്തെ എത്താൻ പറയാൻ പറ്റില്ല. എന്താ അധികം ദൂരമില്ല അഹമ്മദാബാദിലേക്ക്. ഒരു 4 ട്രെയിൻ അതുവഴി പോകുന്നുണ്ട്. ജോധ്പൂർ. നമ്മളങ്ങനെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. 5-10 മിനിറ്റ് ഏർലിയാണ്. 4:20ക്കാണ് എത്തേണ്ടത്. എന്തായാലും 5-10 മുമ്പ് എത്തി. ഇനിയിപ്പോൾ നമ്മൾ റിട്ടയറിംഗ് റൂമിലേക്ക് പോവാം. ഭയങ്കര തണുപ്പൊന്നുമില്ല, എന്നാലും തണുപ്പുണ്ട്. പെട്ടെന്ന് നമ്മൾ തണുപ്പിലേക്ക് നേരെ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോന്ന് ഓർത്താൽ ഞാൻ ഈ ബന്ധാനയൊക്കെ. അപ്പോൾ ഈ ജാക്കറ്റ് പോരാ, നമുക്ക് ഓൾറെഡി ജാക്കറ്റ് ഉണ്ടല്ലോ. പുലർച്ചെ 4 മണി സമയത്ത് പല്ല് പോലും തേക്കാതെ സാൻഡ്വിച്ച് കഴിക്കണം എന്നെ കണ്ടോ. ഇനി നമുക്ക് റിട്ടയറും തേടി പിടിക്കണം. ഫസ്റ്റ് പ്ലാറ്റ്ഫോമേ ആയിരിക്കണം, സാധാരണ അങ്ങനെയാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കാണല്ലോ. കുറേ പേര് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു, കുറേ പേര് അവിടെ നിൽക്കുന്നു, നടക്കുന്നു. അപ്പോൾ എവിടെയാണാവോ? പ്ലാറ്റ്ഫോം നമ്പർ 1 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റിട്ടയറിംഗ് റൂമെന്ന്. ഇനി എവിടെയാണാവോ? തേടി കണ്ടുപിടിക്കണം. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഈ കാണുന്നതൊന്നും തുണിക്കെട്ടല്ല കേട്ടോ, ആൾക്കാർ കിടന്നുറങ്ങണതാ. അയ്യോ, കണ്ടിട്ട് പേടിയാവുന്നു. അത് എക്സിക്യൂട്ടീവ് ലോഞ്ചാണ്. അവിടെ ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് അതിനകത്ത്. ഓഫീസേഴ്സ് റെസ്റ്റ് ഹൗസ്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഫസ്റ്റ് ഫ്ലോറിലാണത്. IRCTC റിട്ടയറിംഗ് റൂംസ്. ഫുഡൊക്കെ മേടിക്കാൻ കിട്ടും. അയ്യോ, ടീ റെഗുലറിന് 25 രൂപീസാണ്. മിനി കോംബോ 158. ഇടനാഴി, ഡോർമിറ്ററിയിലേക്കുള്ള ഇടനാഴിയാണത്. ഇവിടെ എവിടെയാണ് നമ്മുടെ. അതെ, ഇതാണ് നമ്മുടെ റിട്ടയറിംഗ് റൂം. 572 rupees for 6 hours. പക്ഷെ ഓവർ പ്രൈസ്ഡ് കേട്ടോ. നമ്മൾ മുൻപ് കച്ചേരിയിലൊക്കെ താമസിച്ച അത്രയും ക്വാളിറ്റി ഒന്നുമില്ല. ഭിത്തിയൊക്കെ കണ്ടില്ലേ, മറ്റേ പെയിൻ്റൊക്കെ ഇളകി. ഇത് ക്യാബിനല്ലല്ലോ, മറ്റേ റൂമിൽ ബങ്ക് ബെഡായിട്ടിരിക്കുക. ഞാൻ ലോവർ ബെഡാണ് ചൂസ് ചെയ്തത്. മുകളിലുള്ളതിന് 100 rupees കുറവുണ്ടാവും. നമുക്ക് റിട്ടയറിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഹോട്ടലിലേക്ക് നടന്നു പോകാം. നടന്നു തന്നെ പോകാം. ഇപ്പോൾ വിജനമായി കിടക്കുന്നു. ഇന്നലെ രാത്രി കണ്ട പോലെയാണോ നോക്കി ഇവിടം. എന്തായാലും എനിക്ക് അത്ര സെറ്റപ്പായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഇവരുടെ ഈ ലൈസൻസ് ആൻഡ് മാനേജ് ബൈ RMD ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, ഇത് പോരാ, തീരെ പോരാ. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ മുകളിലുണ്ട്. പക്ഷെ നടക്കാം. നല്ല വെതറാണ്. സമയം ഇപ്പം 11 മണി ആകാറായി. എന്നാലും സൂര്യൻ അത്ര ഉണർന്ന് വന്നിട്ടില്ല. ചൂടൊന്നുമില്ല, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. 2 വളരെ പഴയ മിനാരം കാണാം. സ്റ്റേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. അങ്ങോട്ട് നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ദർശൻ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തത്, 90 rupees. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ താമസ സ്ഥലമായ സൺഷൈൻ റൂംസ് ആൻഡ് ഡോർമിറ്ററിയിലെത്തി.
ഞാൻ റൂം എടുത്തേക്കണേ. ഈ സ്ട്രീറ്റ് ഫുള്ള് ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പുകളാണ്. ഇലക്ട്രോണിക് സ്ട്രീറ്റാണിത്. ഒരു 10,000 ഷോപ്സെങ്കിലും ഉണ്ടാവും. കുറേയൊക്കെ പെർമനൻ്റ്ലി അടച്ചിട്ടേക്കണു, കുറേയൊക്കെ തുറന്നിട്ടേക്കണു. നമ്മുടെ രവിപുരത്തൊക്കെ കാണുന്ന പോലെ ഇലക്ട്രോണിക് സ്ട്രീറ്റ്. ഇതാ സൺഷൈൻ AC ഡോർമെറ്ററി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആകെ അലമ്പൊക്കെയാണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നല്ല സെറ്റപ്പൊക്കെ ആയിട്ടാണ് തോന്നും. പക്ഷെ അവർ പുറത്തത്തെ വീടില്ലല്ലോ. നമ്മളെവിടെയാ കൽക്കത്ത പോയപ്പോൾ ഇതേപോലെ ആയിരുന്നില്ല, ഒരു ചേരിയുടെ ഇടയ്ക്ക് അതിനകത്ത് റൂം. ഇതെന്താ കൊള്ളസംഗീതത്തിലേക്ക് പോണ വഴിയോ എന്തരോ എന്തോ. ഇത് ഏത് ഫ്ലോറിലാണ്? താഴെ ഒരു രാജസ്ഥാൻ ഐസ്ക്രീം എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. നമ്മുടെ റൂം ഇതാണ്, 102. ചെറുതാണെങ്കിലും നീറ്റ്ലി ഡൺ, കുഴപ്പമില്ല. ഒരു ബാത്റൂം, ഇറ്റ്സ് വെരി ടൈനി. നോ യാ സംഭവം ടൈനി, കുഴപ്പമില്ല. അവിടെ നിന്നൊക്കെ ഭയങ്കര ശബ്ദമാണല്ലോ.